കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഗുരുവായൂർ അമ്പലത്തിൽ പോകാനൊരു ഭാഗ്യം കിട്ടി. ഗുരുവായൂരപ്പനെ ദർശിക്കാനും കഴിഞ്ഞു. ഒരു വർഷത്തോളമായി ഞാൻ ഗുരുവായൂർ പോയിട്ട് പല കാരണങ്ങൾ കാരണം ഓരോന്നോരോന്നായി തട്ടി തടസ്സമായിട്ട് അങ്ങോട്ട് പോവായിരുന്നു. അതായത് പോവാനേ പറ്റണില്ല, എന്തെങ്കിലും കാരണമുണ്ടാവും. പോവാനായിട്ട് റെഡിയായി നിന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും അസുഖം വരിക ആർക്കെങ്കിലും, അങ്ങനെ ഹെൽത്ത് ഇഷ്യൂ കാരണം പോകാൻ പറ്റാതിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ട് ഗുരുവായൂർ ഒരു വർഷത്തോളമായി ഞാൻ അങ്ങനെ മുടങ്ങി പോവായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ശനിയാഴ്ച വിചാരിച്ചു ഞാൻ പോകും. ഞായറാഴ്ച രാത്രി തീരുമാനിച്ചത്, ഞായറാഴ്ച രാവിലെ ഞങ്ങൾ ഗുരുവായൂർ പോകുമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് ഉണ്ണികൾക്ക് 2 തുലാഭാരം നേർന്നിരുന്നു. അതും ചെയ്യണം. അത് കുറേ നാളായി നേർന്നിട്ട്, ഇനിയിപ്പോൾ അതും ചെയ്യണം എന്നൊക്കെ വിചാരിച്ച്, പിന്നെ ഗുരുവായൂരപ്പനെ കാണണം, വിചാരിച്ച വഴിപാട് ചെയ്യണം, അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് മൊബൈലൊക്കെ ഇവിടെ വെച്ചിട്ട് പോവാം. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്യൂ നിൽക്കണമല്ലോ, മൊബൈൽ അകത്തേക്ക് കയറ്റില്ല. അപ്പം നമ്മൾക്ക് ക്യൂ നിന്ന് മൊബൈലൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ, ഇനി എന്തിനാ വെറുതെ അങ്ങനെ, ഇനി വാങ്ങാനും പോവാനും എല്ലാത്തിനും 1/2 മണിക്കൂർ 1 മണിക്കൂർ വെച്ച് പോകും. അപ്പോൾ കുഞ്ഞു കുട്ടികളെയും കൊണ്ടാണ് പോണത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മൊബൈൽ ഇവിടെ വെച്ചിട്ട് പോകാം. ആരും മൊബൈൽ എടുക്കുന്നില്ല. അമ്മയും ഉണ്ടായിരുന്നു. 2 കുട്ടികൾക്കും തുലാഭാരം ചെയ്യാനുണ്ടായിരുന്നു. ഇതാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. കയ്യിൽ ATM കാർഡ് ഉണ്ട്. ഒരു ബാങ്കിൻ്റെ ATM കാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ ഡെയിലി നമ്മൾ നെറ്റ് പെറ്റി ക്യാഷ് പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ്. പെറ്റി ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് ഡെയിലി ഒരു ചെറിയ ചിലവുകളൊക്കെ നടത്താറ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ അതിൽ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടാവണോ ഇല്ലയോ എന്നൊന്നും നമ്മൾ ആലോചിക്കണില്ല. അപ്പോൾ നമ്മൾ പോണത് ATM കാർഡ് ഉണ്ടല്ലോ, പൈസയുടെ കാര്യമൊന്നും ആലോചിക്കണില്ല. പൈസ ഉള്ള അക്കൗണ്ട് വേറെയാണ്. പക്ഷേ ATM കാർഡ് ഉള്ള പൈസ കയ്യിലൊരു 500 രൂപയുണ്ട്. അപ്പോൾ ATM കാർഡ് ഉള്ളതിൽ പൈസ ഉണ്ടാവും. ഏത് ATM കാർഡ് അതൊന്നുമില്ല, എപ്പോഴും കയ്യിൽ കരുതണ ATM കാർഡ് പെറ്റി ക്യാഷ് ചിലവിന്. അപ്പോൾ ആ ATM കാർഡ് വെച്ച് പോകാമെന്ന് വെച്ചു. നമ്മൾ കാശിൻ്റെ കാര്യമൊന്നും ആലോചിക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മൊബൈൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളപ്പോൾ നമ്മൾ വേറെ മറ്റു പല അക്കൗണ്ടിൽ ATM കാർഡ് ഇല്ലാത്ത ചില അക്കൗണ്ടിൽ ഗൂഗിൾ പേ ഉണ്ട്. അപ്പോൾ ഗൂഗിൾ പേ ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി പൈസ മാറ്റിയിടാം, ഒക്കെ ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ ചെറിയ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഐഡിയകളാണ്. ഇപ്പം മൊബൈലില്ലാതെ പുറത്തിറങ്ങാറില്ല. അപ്പോൾ മൊബൈൽ വെച്ച് പോകുമ്പോൾ ഈ ചെറിയ അക്കൗണ്ടിൽ പൈസ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ആലോചിച്ചില്ല. എന്നിട്ട് ഇറങ്ങിപ്പോയി. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഗുരുവായൂർ എത്താറായപ്പോൾ നമ്മൾ ആലോചിച്ചു, പൈസ എടുക്കണ്ടേ. അപ്പോഴാണ് ആലോചിക്കണം, അയ്യോ ആ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവോ, അത് പെറ്റി ക്യാഷ് പോലെയൊക്കെ എഴുതണ അക്കൗണ്ടല്ലേ, അതിൻ്റെ ഡെബിറ്റ് കാർഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി തിരിച്ച് വരാൻ പറ്റുമോ? ഓട്ടോറിക്ഷയിലാണ് പോയത്. എന്നിട്ട് കുറച്ച് അക്കൗണ്ടിൽ പോയി നോക്കിയപ്പോൾ ഒരു 1000 രൂപ കണ്ടു. 1000 രൂപ കിട്ടി അക്കൗണ്ടിൽ നിന്ന്. കയ്യിലൊരു 500 രൂപയുണ്ട്, 1500 രൂപ. അങ്ങനെ നമ്മുടെ കയ്യിൽ പൈസ എങ്ങനെ പിശുക്കി ജീവിക്കാമെന്ന് ഇന്നലെ ഞായറാഴ്ച ദിവസം ഞാൻ പഠിച്ചു. തിരിച്ച് വരാനായിട്ട് ഓട്ടോയിൽ ഇനി വരാൻ പറ്റില്ല, എന്തായാലും ബസ്സിൽ ഇടിയും കൊണ്ട് വരേണ്ടി വരും. ചിലപ്പോൾ ഇരിക്കാനും സീറ്റ് കിട്ടും. കുട്ടികളെയും കൊണ്ട് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. കുഞ്ഞു കുട്ടികളാണ്, അവരെടുത്ത് കയറണം. അപ്പോൾ ബസ്സിൽ കയറാമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പല സ്ത്രീകളും ബസ്സിൽ പോണ കണ്ടിട്ടുണ്ട് കുട്ടികളെയും കൊണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ അതും ഞാൻ പഠിച്ചു. അപ്പോൾ ഞങ്ങൾ പോയി. എങ്ങനെയെങ്കിലും പിശുക്കി എങ്ങനെ
വീട്ടിലെത്താൻ. ഗുരുവായൂരപ്പ ഇങ്ങനൊരു കടുങ്കൈ ചെയ്തല്ലോ. അക്കൗണ്ടിലേക്ക് ഇനി ഇപ്പോൾ അക്കൗണ്ടിൽ പൈസ ഇടണമെങ്കിൽ വീട്ടിൽ പോയിട്ട് മൊബൈൽ എടുക്കണം. വീട്ടിലേക്ക് ഇനി തിരിച്ചു പോകണ്ടേ, എത്ര ദൂരം പോകണം. അപ്പോൾ ഞങ്ങളുടെ പരിചയമുള്ള ഓട്ടോക്കാരനായതുകൊണ്ട് ഓട്ടോക്കാരനോട് പറഞ്ഞു ഗൂഗിൾ പേ ചെയ്യാൻ വീട്ടിലെത്തിയതിന് ശേഷം. അപ്പോഴൊരു കാര്യം ചെയ്യൂ, ഞങ്ങൾ ഇനി ഗൂഗിൾ പേ ചെയ്യാം. അപ്പോൾ 1500 രൂപ ഇപ്പോൾ കയ്യിലുള്ളൂ. ഇനി മൊബൈൽ എടുത്തിട്ട് വേണം പൈസ. ഏതോ നേരത്തെ ആ മൊബൈൽ എടുക്കണ്ട തോന്നി, ക്യൂ നിൽക്കാനുള്ള മടിക്ക്. അതാണ് ഏറ്റവും വലിയ പുലിവാലായതെന്ന് തോന്നി. പിന്നെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ക്യൂവിൽ നിന്നു. എന്തായാലും ദർശനത്തിന് ക്യൂ നിൽക്കണമെന്ന് വെച്ചാൽ വലിയ ക്യൂ ആയിരുന്നു. അതായത് ക്രമാതീതമായ തിരക്കാണെന്ന് എപ്പോഴും വിളിച്ച് പറയുന്നുണ്ടായി. 2 കുട്ടികളെയും കൊണ്ടുപോണ ദിവസങ്ങളിൽ ഞങ്ങൾ പലപ്പോഴും ദർശനത്തിന് പ്രത്യേക സ്പെഷ്യൽ ദർശനത്തിന് ചീട്ട് എടുക്കാറുണ്ട്. പക്ഷെ അത് എളുപ്പം കയറാമെന്നുണ്ടെങ്കിലും അതിനേക്കാൾ നല്ലത് കുറേ നേരം ക്യൂ നിന്ന് കയറുന്നതാണ്. പക്ഷേ ഈ കുട്ടികളെ കൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർ പല ആവശ്യങ്ങൾ പല സമയത്ത് പറയും. ചിലപ്പോൾ വിശക്കുന്നു എന്ന് പറയും, ചിലപ്പോൾ ബാത്റൂമിൽ പോകണമെന്ന് പറയും. ഇങ്ങനെ പല കാര്യങ്ങളും അവർ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ ഈ ക്യൂവിൽ നിന്ന് ഇടയ്പ്പോഴും ഇറങ്ങി ഓടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ക്യൂവിൽ നിൽക്കുക, വേറെ വഴിയൊന്നുമില്ല. കാശ് കുറച്ചല്ലേ കയ്യിലുള്ളൂ. ഈ ക്യൂവിലും കുറേ കുട്ടികളും കൊണ്ട് നിൽക്കണില്ലേ, ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്യൂവിൽ നിന്നു. ക്യൂവിൽ നിന്ന് അറ്റത്തേക്കേ നടയിൽ അറ്റത്ത് പോയി നിന്നു. അതും അവിടെ നിന്നും വളഞ്ഞിട്ട് കുറേ ദൂരെയാണ്. അപ്പോൾ 2 ചുറ്റായിട്ടാണ്. അപ്പോൾ ആ തെക്കേ നട തുടങ്ങുന്നിടത്തുനിന്ന് 2 ചുറ്റായിട്ട് അങ്ങനെ വീണ്ടും തെക്കേ നടയിൽ അങ്ങനെ കുറേ നേരം നിന്നു. അവസാനം എപ്പോഴോ ഉച്ചപൂജയ്ക്ക് നട അടച്ചേക്കാന്ന് പറഞ്ഞു. മക്കൾ പല പല ആവശ്യങ്ങളായിട്ട് ഉന്നയിക്കുന്നുണ്ട്. ഭഗവാനും വിളിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഇടയ്ക്ക് കയ്യിലൊരു ജ്യൂസ് ഉണ്ടായ കാരണം അത് കൊടുത്തു. 2 ബിസ്ക്കറ്റ് ഉണ്ടായ കാരണം കുട്ടികൾക്ക് അത് കൊടുത്തു. പിന്നെ വീണ്ടും 2 വരിയായി അവസാനം എത്തി. ഉച്ചപൂജയ്ക്ക് നട അടച്ചു, അതും കഴിഞ്ഞു. അവസാനം ഭഗവാന്റെ ദർശനം കിട്ടി. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് നല്ല ദർശനം കിട്ടിയെന്ന് തോന്നി. ഞാൻ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ ടെൻഷൻ അടിച്ചാണ് ദർശനത്തിന് വരുന്നത്. പക്ഷേ ഈ ദർശനം കഴിഞ്ഞ് ഇത്രയും നേരം ക്യൂവിൽ നിന്നു. ഇതിൻ്റെ ഒന്നും ഒരു പ്രശ്നം ആർക്കും ഫീൽ ചെയ്തില്ല. അതായത് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല, ഒരു ക്ഷീണം പോലും തോന്നിയില്ല. അത് ഞങ്ങൾക്ക് അത്ഭുതമായി. കുഞ്ഞു കുട്ടികളെയും കൊണ്ട് ഇത്രയും നേരം ക്യൂ നിന്നു, എന്നിട്ട് എന്തുകൊണ്ട് ഒരു ക്ഷീണവും തോന്നിയില്ല. ഇത് മാത്രം പോരാ, നമുക്കിനി എന്തു ചെയ്യണം? നമുക്ക് തുലാഭാരം നടത്തണം. തുലാഭാരം നടത്താൻ എത്ര പൈസ വരുമെന്നൊരു നിശ്ചയമില്ല. കാരണം 2 കുട്ടികളാണ്, വളരെ ചെറുതായിരുന്നപ്പോൾ ചെയ്തതാണ്. അന്ന് അവർക്ക് തൂക്കം കുറവായിരുന്നു. 1500 രൂപയെ കയ്യിലുള്ളൂ. ഇനി എങ്ങനെയാണ് എന്നൊക്കെ ആലോചിച്ച് ഞങ്ങൾ തുലാഭാരത്തിന് പോയി. കാരണം തുലാഭാരം നടത്തണമെന്ന് വിചാരിച്ചാൽ അത് കുറേ നാളായി ആഗ്രഹിക്കണം. അത് നടത്തണമല്ലോ. അത് ഓരോ കാരണങ്ങൾ കൊണ്ട് തട്ടിപ്പോകുന്നത്. നമുക്കൊരു അവസരം കിട്ടിയിട്ട് ഇനിയിപ്പോൾ എന്ന് വരാൻ പറ്റുമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നടത്തണം. എന്നിട്ട് തുലാഭാര കൗണ്ടറിൽ പോയി ഇനി ക്യൂ നിൽക്കണം. അവിടെ വേണം 1 മണിക്കൂർ എന്ന് വെച്ച് ചെന്നപ്പോൾ അവിടെ ആരുമില്ല. ഒരു ഫാമിലി മാത്രമുണ്ട്. അവിടെ ക്യൂ ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ പോയി. രണ്ടാമത് ഞങ്ങളായിരുന്നു. ഞങ്ങൾ 2 കുട്ടികളുടെയും തുലാഭാരം വളരെ എളുപ്പം നടന്നു. 1500 രൂപ കയ്യിലുള്ളത് 1000 രൂപ ചിലവായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി ഒന്ന് അമ്പലമൊക്കെ വലം വെച്ച് വന്നപ്പോഴേക്കും നമ്മൾ നട അടയ്ക്കാറായി എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു എല്ലാവരോടും. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവിടെ എന്നാലും ഞങ്ങൾക്ക് തൊഴാനും സമാധാനമായി കുറച്ച് നേരം ഇരിക്കാനും എല്ലാറ്റിനും പറ്റി. ആ കൂത്തമ്പലം ഉണ്ടല്ലോ, അതിനടുത്തൊക്കെ ഇരിക്കാൻ ഭയങ്കര ഒരു സുഖമാണ്. അവിടെ ഒരു കാറ്റും ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അവിടേക്ക് ഇരിക്കാൻ നന്നായി പറ്റി. കാരണം നമ്മൾ ഇത്രയും പൈസ കുറച്ച് കൊണ്ടുപോയിട്ട് വരെ നമുക്ക് ഇതെല്ലാം നടത്താനായിട്ട് പറ്റി എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും
ഭക്ഷണം കഴിക്കണം. കുഞ്ഞു കുട്ടികൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണ്ടേ? അപ്പോൾ അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾക്കൊക്കെ വിശപ്പ്. ഇനി പോവാനായിട്ട് എന്ത് ചെയ്യും? തിരിച്ചു പോകാമെന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് ഞങ്ങളൊരു കടയിൽ പോയി, ഹോട്ടലിൽ. അവിടെ ചെന്ന് ഏറ്റവും വില കുറവിൻ്റെ ഭക്ഷണം വാങ്ങി കഴിച്ചു. കുട്ടികൾക്കും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബസ്സിന് തിരിച്ചു വന്നു. ബസ്സിന് എങ്ങനെയാണ് ഉണ്ണികളെയും കൊണ്ട് വരികയെന്ന് ശരിക്കും മനസ്സിലായി. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ കുഴപ്പമൊന്നുമില്ലാതെ 3/4 മണിക്കൂറോളം യാത്ര ചെയ്ത് വീട്ടിലെത്തി. പക്ഷേ ക്ഷീണമൊന്നും അറിഞ്ഞില്ല. എന്താണെന്ന് അറിയില്ല. തിരിച്ചു വന്ന് കയ്യിൽ നോക്കിയപ്പോൾ 150 രൂപ ബാലൻസ് ഉണ്ട്. അങ്ങനെ 1500 രൂപയ്ക്ക് പോയി എല്ലാം മാനേജ് ചെയ്ത് ബാക്കി ബാലൻസുമായിട്ട് തിരിച്ചു വന്നു. ഇതെന്താണ് കണ്ണ ഇങ്ങനെ ചെയ്തത്? ശരിക്ക് ജീവിതം എന്താണ്, എങ്ങനെയാണ് പ്ലാനായി ജീവിക്കുക എന്നെ പഠിപ്പിക്കാനാണോ? പൈസ ഇല്ലാത്ത സമയത്ത് നമ്മൾ എത്ര കരുതലോടുകൂടി ജീവിക്കണമെന്ന്. അങ്ങനെ ഒരു 1500 രൂപ നിങ്ങളുടെ കയ്യിൽ തന്ന് ഇതുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇതുകൊണ്ട് ചിലവഴിക്കുക. അപ്പോൾ നമ്മൾ അന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ച് അങ്ങനെ ഒരു പ്ലാനായി, അതിൽ സേവിങ്ങുമായി. അങ്ങനെ കണ്ണൻ എങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് ജീവിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചതാണോ എന്ന് തോന്നി. എന്തായാലും തിരിച്ചു വന്ന് ട്രാൻസാക്ഷനൊക്കെ മൊബൈൽ കിട്ടിയപ്പോൾ കുഴപ്പമില്ലല്ലോ. ഓട്ടോ ഡ്രൈവർക്ക് പൈസ ഇട്ടു. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. എല്ലാ കാര്യവും അങ്ങനെ നടന്നു. ഒരു ക്ഷീണവും അനുഭവപ്പെട്ടില്ല. കയ്യിൽ സേവിങ്ങുമായി. അധിക ചിലവും ഉണ്ടായില്ല. വേറെ പൈസ കയ്യിലുണ്ടായിരുന്നെങ്കിൽ കുറേ ചിലവായി പോയേനെ. അതും ഉണ്ടായില്ല. അങ്ങനെയായിരുന്നു. ഇന്നലെ എനിക്ക് നല്ലൊരു പണി തന്നിട്ടാണ് കണ്ണൻ്റെ മായകൾ കാണിച്ച് എന്നെ ശരിക്ക് പഠിപ്പിച്ചു തന്നത് ജീവിതം എന്താണ്. അപ്പോൾ കണ്ണനോട് ഞാൻ ഒരുപാട് നന്ദിയുള്ളവളാണ്. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.